നമുക്ക് സുപരിചിതമായിട്ടുള്ള സിനിമയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു ജീവൻ എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് സിനിമയിലെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജുവൽ ബേബി. അപ്പൊ നിങ്ങൾക്ക് തന്നെ നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു കൈഡി ആവാം അല്ലേ? മൂന്ന് സോങ്ങും അതിൻ്റെ ട്രെയിലറും ആണ് ഇന്ന് ലോഞ്ച് ചെയ്തിട്ട്. മൂന്ന് സോങ്ങുകളും വളരെ നല്ല ആൾക്കാരാണ് എൻ്റെ പുറകിൽ പ്രവർത്തിച്ചേക്കുന്നത്. വളരെ ഫീലായിട്ടുള്ളൊരു സോങ്ങാണ്. ജീവിതഗന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ നമ്മൾ മറന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസക്തിയുള്ള വിഷയമാണ് ഈ സിനിമ സംസാരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് വരട്ടെ. തിയേറ്ററിൽ എല്ലാവരും പോയി കാണുക. ട്രെയിലർ ലോഞ്ച് വളരെ ഗംഭീരമായി, നന്നായിരുന്നു. കള്ളുപാട്ട് ഇഷ്ടപ്പെട്ടോ? കള്ളുപാട്ട് ഉൾപ്പെടെ 3 പാട്ടും നല്ല രസമായിട്ടുണ്ട്. സിനുവിൻ്റെ അഭിനയവും നന്നായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അഭിനയം നമുക്ക് കണ്ടിട്ട് അല്ലേ സോങ്സിലൊക്കെ നന്നായിട്ട് ചെയ്തു. എനിക്കറിയാം പുള്ളി ചെയ്യുമെന്ന് അറിയായിരുന്നു. ട്രെയിലർ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പടത്തിൻ്റെ ക്യാമറമാനാണ് സിൻചേട്ടൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ട്രെയിലർ നന്നായിട്ടുണ്ട്, പാട്ടുകൾ നന്നായിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ പിടിക്കും? അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ലതല്ലേ? നല്ല രസമായിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. സിൻചേട്ടൻ എപ്പോഴും ക്യാമറയ്ക്ക് ബാക്കിൽ നിൽക്കുന്ന ഒരാൾ. ഇപ്പോൾ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിന് തന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് വന്നില്ല ആള്. കാര്യം ഞങ്ങളുടെ താളെന്നുള്ള സിനിമ പുള്ളിക്കാരൻ വളരെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് സിൻചേട്ടൻ. സിൻചേട്ടൻ 2 വാക്ക് പറയട്ടെ. എനിക്കതൊന്ന് കേൾക്കണം, അതെനിക്ക് കേൾക്കണം. എനിക്ക് നല്ല അഭിപ്രായമാണ്. കാര്യം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സിൻചേട്ടൻ. 2 അഭിപ്രായം പറയാം. സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഹീറോ. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ശരി. എന്നാ ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ നിർമ്മാതാക്കളുടെയും അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയൊക്കെ നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. ഒരുപാട് എഫർട്ട് ഉണ്ട്. എന്നാലും എല്ലാവരും പോയി ദയവായി തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ കണ്ടതെല്ലാം ജീവൻ എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ അത് 100% ഒരു ട്രൂ സ്റ്റോറിയാണ്. തട്ടി നടക്കുന്ന ഷോട്ടുണ്ടായിരുന്നു. സംഭവിച്ചില്ല, അങ്ങനെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ട്രൂ സ്റ്റോറിയാണ്. കാരണം ഓർമ്മയില്ല, എൻ്റെ ഒരു 4 വർഷം മുമ്പ്, 4 വർഷമായി കൂടി നിർത്തി, 4 വർഷം മുമ്പ് ഒരു 6 വർഷം ഇപ്പം നമ്മൾ എങ്ങനെയായിട്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോകുന്നു അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞത്. അതുകൊണ്ട് നേരത്തെ ചോദിച്ചത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. ആളുടെ ഇപ്പം ക്യാമറയ്ക്ക് പുറകിലും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. ഇത് കട്ടിപ്പണിയാണ്, പാടുള്ള പണിയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് പോലും അത് ഇച്ചിരി. പക്ഷെ ചേട്ടൻ കാര്യമായിട്ട് ഇതിൽ ചേട്ടന് 3 ലുക്സ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രെയിലറിൽ വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ബിക്കോസ് ചേട്ടൻ ഇൻസൈഡ് ദ ക്യാരക്ടറായിരുന്നു. സോ നമ്മളെപ്പോഴും ആ ഒരു അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ. മാത്രമല്ല ചേട്ടൻ ഈവൻ ഹി വാസ് ആക്ടിങ്, ഹി ഈസ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ ടെക്നിക്കൽ. ക്യാമറ മാറിയ എടാ ഇങ്ങനെ ഞാൻ ചേട്ടൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് ടു സിൻചേട്ടൻ. ബിക്കോസ് ബീങ് ആൻ ആക്ടർ ആൻഡ് DOP എല്ലാം കൂടി ചെയ്യേണ്ടി വന്നത് പുള്ളിയുടെ അത്രയും ടെക്നിക്കൽ നോളേജ് ഉള്ളതാണ്. അപ്പോൾ ഈ പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ബിക്കോസ് ഇത് ഒരുപാട് എന്താ പറയുക ഹാർഡ് വർക്കും എല്ലാ പടങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് സന്തോഷത്തോടെയും ഭയങ്കര സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സാധനമാണ്. പറഞ്ഞ പോലെ ഇതൊരു റിയൽ സ്റ്റോറിയാണ്, ഡയറക്ടറിൻ്റെ തന്നെ സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് പടം കാണണം. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ സംവിധാനം ചെയ്യാനിരുന്ന ഒരു പടത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്നോട് കഥ പറയുന്നത്, ഡയറക്ടർ. കഥ പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ നല്ലൊരു കണ്ടൻ്റാണെന്ന് എനിക്ക് തോന്നി. അത് ചെയ്യാം എന്ന് മനസ്സ് പറഞ്ഞു. അങ്ങനെ
ഇവിടം വരെയുള്ള ഈ ട്രെയിലർ ലോഞ്ച് വരെയുള്ള യാത്ര അങ്ങനെ ആരംഭിക്കുകയാണ്. ദുർഘടം പിടിച്ച വഴിയിലൂടെയും നല്ല പാതയിലൂടെയും ഇവിടം വരെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തി. അതിനെല്ലാവരും എന്നോടൊപ്പം ഒരുപാട് സഹകരിച്ചു. എല്ലാ ഏരിയയിലുള്ള ആൾക്കാരും, എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അതിലുപരിയായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഡയറക്ടറെയും സംവിധായകൻ്റെയും മനസ്സിലുള്ള സിനിമയ്ക്കും അപ്പുറം ഇത് നന്നായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇതിൻ്റെ നായകനായി അഭിനയിച്ച അതിൻ്റെ ക്യാമറമാനായ സിനു സിദ്ധാർത്ഥനാണ്. എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാരെയും നിരാശപ്പെടുത്തില്ല, അതുറപ്പാണ്. ജീവൻ എന്ന ചിത്രം കണ്ട ഒരാളാണ് ഞാൻ. ഇന്ന് ജീവൻ്റെ ട്രെയിലർ ലോഞ്ചും പാട്ടുകളും ലോഞ്ച് ചെയ്തു. അതിമനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ജീവൻ എന്ന വാക്ക്, ജീവൻ്റെ ആധാരം എന്തൊക്കെ ഘടകങ്ങൾ ചേർന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ജീവനിൽ നിന്നുണ്ടാകുന്ന ജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് നല്ല ജീവിതത്തിന് എന്തെല്ലാം വേണം എന്ന് ഒരു വലിയ സന്ദേശം വിളിച്ചോതുന്ന ഒരു സിനിമയാണ് ജീവൻ എന്ന ഈ സിനിമ. പേര് പോലെ തന്നെ അതിലൊരു ജീവിതമുണ്ട്. ലഹരിയുടെ കാണാക്കയങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിഹ്വലതകൾ. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ലഹരിയുടെ പൂപ്പാടങ്ങൾ എന്നാണ് അത്, അല്ലേ? ലഹരിയുടെ പൂപ്പാടങ്ങൾ എന്ന ഒരു ലഹരി അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ പറയും. അവനതൊരു വലിയൊരു ലോകമാണ്, ചിത്രാത്മകമായിട്ടുള്ള ലോകം എന്ന് പറയും. ആ ലോകത്ത് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് അതിനെ ഇവരെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ വിനോദ് നാരായണ എഴുത്തുകാരൻ കൂടിയാണ്. അപ്പോൾ അവരെല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള പ്രധാന ആളുകളിൽ ഒരാളായ ശ്രീ സുനിൽ പണിക്കർ. അദ്ദേഹം എൻ്റെ അടുത്ത ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം വിഷ്ണു വിജയനുണ്ട് സഹനിർമ്മാതാവായിട്ട്. അതിനേക്കാളൊക്കെ എനിക്ക് അതോടൊപ്പം തന്നെ അഭിനന്ദിക്കേണ്ട ഒരാളാണ് സിനു സിദ്ധാർത്ഥ്. സിനുവിനെ നിങ്ങൾക്കറിയാം, മലയാളത്തിലെ അറിയപ്പെടുന്ന ക്യാമറമാനാണ്. ഒട്ടനവധി അതെ എൻ്റെ പടത്തിൻ്റെയും ക്യാമറമാനാണ്. അത് ശരി. അതുമാത്രമല്ല, ഒരു നടൻ എന്ന നിലയ്ക്ക് സിനു ഈ സിനിമയിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുകയാണ്. അത് രണ്ട് ഭാവങ്ങൾ, സമ്പന്നനായ ഒരാളും ലഹരിയുടെ കാണാക്കയങ്ങളിൽ പെട്ടുപോയ ഒരാളുടെയും ജീവിതം വളരെ കൃത്യമായി വരച്ചു കാട്ടി അത് വളരെ ഭംഗിയായിട്ട് സിനുവിന് അത് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ സിനുവിന് ഈ പടത്തിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോൾ സിനുവിനോട് ഞാൻ പറഞ്ഞിരുന്നു, സുനിനോടും പറഞ്ഞിരുന്നു, ഒരു മികച്ച നടൻ സിനുവിനുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു നടനായിട്ട് ക്യാമറമാനായി കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ നടനായിട്ട് സിനിമ മാറാൻ കഴിയട്ടെ. അതുകൊണ്ട് വിനോദ് നാരായണന് ഈ ചിത്രത്തിലൂടെ തൻ്റെ കയ്യൊപ്പ് അടയാളപ്പെടുത്താൻ കഴിയട്ടെ. ആദ്യ സംരംഭം സുനിൽ പണിക്കറിന് ഒരു വലിയ അഭിമാനമായിട്ട് ഈ സിനിമ മാറട്ടെ. ഞങ്ങളൊരുമിച്ച് സിദ്ധാർത്ഥ് എന്ന സിനിമ വരാൻ പോവുകയാണ് ഞങ്ങളുടെ ടീം. ആ സിനിമയും ഇതേപോലെ തന്നെ നല്ലൊരു സിനിമയായിട്ട് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ജീവൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ സിനിമ എല്ലാവരും കാണണം. പാട്ടുകളൊക്കെ വളരെ നന്നായിട്ടുള്ള പ്രിയപ്പെട്ട ഗോപി സുന്ദറും ഷിബു ചക്രവർത്തി എഴുതിയ പാട്ടുകളാണ്. മലയാളത്തിൻ്റെ പ്രിയങ്കരായ ആളുകൾ ആ പാട്ടും ആളുകൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ വിജയമായിട്ടത് മാറണമെങ്കിൽ സിനിമയിൽ നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കാഴ്ചക്കാരായിട്ടുള്ള നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും ശ്രമിക്കുക. അതിന് പടം വലിയൊരു വിജയമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.